Hello everyone. Today we are going to discuss the second part of our chapter, Natural Resources Problem and Solution. ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. അതിൽ നമ്മൾ കുറച്ചധികം നാച്ചുറൽ റിസോഴ്സുകളെ കുറിച്ച് പരിചയപ്പെട്ടു. ഇന്ന് നമ്മൾ ബാക്കിയുള്ള കുറച്ച് നാച്ചുറൽ റിസോഴ്സസുകൾ കൂടെയാണ് ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ മിനറൽ റിസോഴ്സ്. മിനറൽ റിസോഴ്സ് നമുക്കറിയാം അല്ലേ. നമ്മൾ യൂഷ്വലി നോക്കുകയാണെങ്കിൽ നമ്മുടെ സറൗണ്ടിങ്സിലുള്ള കുറച്ച് ഗോൾഡ് മെറ്റൽസ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, ജിപ്സം, ഡയമണ്ട്, അതൊക്കെ മിനറൽസ് ആണ് അല്ലെ. അപ്പം അങ്ങനെയുള്ള കുറച്ച് റിസോഴ്സുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താ മിനറൽ റിസോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ, അതായത് ഒരു ഡെഫിനിറ്റ് കെമിക്കൽ കോമ്പോസിഷനും ഫിസിക്കൽ പ്രോപ്പർട്ടീസും ഉള്ള സബ്സ്റ്റൻസുകളെയാണ് നമ്മൾ മിനറൽ റിസോഴ്സ് എന്ന് പറയാം. Mineral resources are naturally occurring substance having definite chemical composition and physical property. നമ്മൾ യൂഷ്വലി നമുക്ക് മിനറൽസ് നമ്മൾ ഒന്നല്ലെങ്കിൽ എന്തായിരിക്കും കുഴിച്ചെടുത്തിട്ടായിരിക്കില്ല മിനറൽസ് കിട്ടുക. മിനറൽസ് യൂഷ്വലി നമുക്ക് കിട്ടാറുള്ളത് ഓർ ഫോർമാറ്റിലാണ്. അതായത് ഓർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, ഒരു കോമ്പിനേഷൻ ഓഫ് മിനറൽസ് ആണെന്ന് പറയാനേ. യൂഷ്വലി മെറ്റൽസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഓറായിട്ടാണ് കിട്ടുക. നമ്മൾ പറയാറില്ലേ ഓരോ മെറ്റൽസിന്റെ ഓർ ഗ്രാഫ്, അങ്ങനെ ബോക്സൈറ്റ്, അങ്ങനെ ഓരോ ഓറുകളെ കുറിച്ച് നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പൊ ഓറ് ഫോർമാറ്റിലാണ് നമുക്ക് എന്ത് കിട്ടുക, മിനറൽസ് കിട്ടുക. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള രീതിക്കുള്ള മെറ്റൽസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൽ നിന്നും ഡിഫറെന്റ് റിഫൈനിങ് പ്രോസസ്സുകളിലൂടെയൊക്കെ പോയിട്ട് നമ്മൾ അതിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ ഓറിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള മെറ്റൽസിനെയോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫോർമാറ്റിലോട്ട് അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഓർസ് ആർ മിനറൽസ് ഓർ കോമ്പിനേഷൻ ഓഫ് മിനറൽസ് ഫ്രം വിച്ച് യൂസ്ഫുൾ സബ്സ്റ്റൻസ് സച്ച് ആസ് മെറ്റൽസ് ക്യാൻ ബി പ്രോഫിറ്റബിളി എക്സ്ട്രാക്റ്റഡ് ആൻഡ് യൂസ്ഡ് ഫോർ മാനുഫാക്ചർ. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ മിനറൽസ് ആർ ഇനോർഗാനിക് ഇൻ നേച്ചർ. അധിക മിനറൽസ് നമ്മൾ നോക്കുകയാണെങ്കിലും അതൊക്കെ ഇനോർഗാനിക് ആയിരിക്കും. ഇനോർഗാനിക് എന്ന് പറഞ്ഞതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, ദേ ആർ നോട്ട് ഡിറൈവ്ഡ് ഫ്രം ലിവിങ് ഓർഗാനിസം അല്ലെ, അല്ലെങ്കിൽ എന്താ അതൊരു കാർബൺ ബേസ്ഡ് കോമ്പൗണ്ട് അല്ല. അതാണ് ഇനോർഗാനിക് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ലിവിങ് ഓർഗാനിസത്തിൽ നിന്നും ഡിറൈവ് ചെയ്തിട്ടുള്ളതല്ല. ഓക്കെ, പക്ഷെ അങ്ങനെയാണെങ്കിൽ കൂടെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ മെറ്റൽ ലൈക്ക് ഗോൾഡ്, പ്ലാറ്റിനം, അയൺ ആൻഡ് അതുപോലെ നോൺ മെറ്റൽ ആയിട്ടുള്ള ജിപ്സം, ഡയമണ്ട്, മിനറൽ സാൾട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഓർഗാനിക് അല്ല അല്ലെ. സോറി, ഇനോർഗാനിക് ആണ് അല്ലെ, അതായത് ഓർഗാനിക് അല്ല. പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ കോള്, ആംബർ, പെട്രോളിയം അതൊക്കെ ഓർഗാനിക് ആണ് അല്ലെ. എങ്ങനെയാ അത് ഓർഗാനിക് ആവുന്നത്, നമുക്കറിയാം. കോളൊക്കെ എങ്ങനെയാ ഉണ്ടാകുന്നത്, ഒരുപാട് കാലം ഈ ഡെഡ് ആയിട്ടുള്ള പ്ലാന്റ് ഒക്കെ മണ്ണിന്റെ അടിയിൽ കിടന്നിട്ടാണ് കോളൊക്കെ ഫോം ചെയ്യുന്നത്. അതായത് ഓർഗാനിക് മാറ്ററിൽ നിന്നാണ് കോളൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ ഒരു എക്സെപ്ഷണൽ കേസാണ്. മോസ്റ്റ് ഓഫ് ദ മിനറൽ റിസോഴ്സും എന്താണ്, ഇനോർഗാനിക് ആണ്. പക്ഷെ കോള്, ആംബർ, പെട്രോളിയം അങ്ങനെയുള്ളതൊക്കെ എന്താണ്, ഓർഗാനിക് ആണ്. അത് ലിവിങ് ഓർഗാനിസത്തിൽ നിന്നാണ് ഫോം ചെയ്തത്. അതുകൊണ്ടാണ് ഓർഗാനിക് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലെ. മിനറൽ റിസോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ റിന്യൂവബിൾ കാറ്റഗറി ഓഫ് നാച്ചുറൽ റിസോഴ്സ് ആണ്. അങ്ങനെ പറഞ്ഞാൽ എന്താ, അത് ലിമിറ്റഡ് നമ്പർ മാത്രമേ നമ്മുടെ നേച്ചറിൽ ഉണ്ടായിരിക്കുള്ളൂ. അത് കഴിഞ്ഞു പോയാൽ പിന്നെ അതായത് നമ്മൾ ലിമിറ്റഡ് ആയിട്ടുള്ള ആ ഒരു സോഴ്സ് കഴിഞ്ഞു പോയാൽ വീണ്ടും അത് ഉണ്ടാവാൻ ഒരുപാട് സമയം എടുക്കും. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് അല്ലെ. ഈ കോള് അല്ലെങ്കിൽ പെട്രോളിയം ആയിക്കോട്ടെ, അതൊക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് വേണം. അല്ലാതെ അപ്പൊ ഇന്ന് നമ്മൾ ഒരു ഡെഡ് ആയിട്ടുള്ള, ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പ്ലാന്റ് ഡെഡായി ഇന്ന് നമ്മളത് മണ്ണിൽ കുഴിച്ചിട്ട് 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ അത് എന്തായി മാറില്ല, കോളായിട്ട് മാറില്ല. അത് കോൾ എന്നുള്ള ആ ഒരു ഫോർമാറ്റിലോട്ട് മാറണം എന്നുണ്ടെങ്കിൽ ഒരുപാട് വർഷങ്ങൾ എടുക്കില്ല, ഒരുപാട് ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ അതൊരു നോൺ റിന്യൂവബിൾ കാറ്റഗറി ഓഫ് നാച്ചുറൽ റിസോഴ്സിലാണ് വരുന്നത്. ഇനി എങ്ങനെയാണ് മിനറൽ ഡെപ്പോസിറ്റ് ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ മിനറൽ റിസോഴ്സുകൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഡിഫറെന്റ് വേസിൽ അത് ഫോം ചെയ്യുന്നുണ്ട്. മിനറൽ ഡെപ്പോസിറ്റ് ആർ ഫോംഡ് ഡ്യൂ ടു ദ ബയോളജിക്കൽ ഡീകമ്പോസിഷൻ ഓഫ് ഡെഡ് ആനിമൽസ് ആൻഡ് ഓർഗാനിക് മാറ്റേഴ്സ്. ഓർഗാനിക് മാറ്റേഴ്സിന്റെ ഡീകമ്പോസിഷനിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് വർഷങ്ങൾക്ക് കഴിഞ്ഞതിന് ശേഷം എന്ത് ഫോം ചെയ്യും, മിനറൽ ഡെപ്പോസിറ്റ് ഫോം ചെയ്യും. നമുക്കറിയാത്ത കാര്യമാണല്ലേ കോളൊക്കെ ഫോം ചെയ്യുന്നത്. പറഞ്ഞ പോലെ തന്നെ കോളൊക്കെ ഫോം ചെയ്യുന്നത് ഒരു പ്ലാന്റ് ഡെഡായി അത് ഒരുപാട് വർഷം മണ്ണിലടിയിൽ കിടക്കുകയാണ് കോളൊക്കെ ഫോം ചെയ്യും. അതേ ഫോർമാറ്റിൽ തന്നെയാണ് ഡെഡ് ആനിമൽസിൽ നിന്നൊക്കെയാണ് അല്ലെ ബാക്കിയുള്ള ഓർഗാനിക് ആയിട്ടുള്ള മിനറൽ ഡെപ്പോസിറ്റുകളൊക്കെ ഫോം ചെയ്യുന്നത്. പിന്നെ വേറൊരു മെത്തേഡ് ഉണ്ട്, എന്താ, കോൺസെൻട്രേഷൻ ഓഫ് മിനറൽസ് ഡ്യൂറിങ് കൂളിംഗ് ഓഫ് മോൾട്ടൻ റോക്ക് അല്ലെ. അതായത് വോൾക്കാനോ ഇറപ്ഷൻ ഒക്കെ വഴി ഇടുന്ന ലാവ എന്ത് ചെയ്യും,
കൂൾ ചെയ്തിട്ടും നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, മിനറൽ ഡെപ്പോസിറ്റുകൾ ഫോം ചെയ്യാറുണ്ട്. നമുക്കറിയാവുന്നതാണ് ലാവയ്ക്ക് തണുത്ത് വന്നു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ഒരു റോക്ക് ആയിട്ടല്ലേ ഇത് മാറും, അതിൽ ഒരുപാട് മിനറൽസ് അടങ്ങിയിട്ടുണ്ട് അല്ലെ. പിന്നെ വരുന്നതാണ് ഇവാപറേഷൻ ഓഫ് സീ വാട്ടർ. ഇവാപറേഷൻ ഓഫ് സീ വാട്ടർ ത്രൂ നമുക്ക് ഏത് മിനറലാണ് കിട്ടുന്നത്, സാൾട്ട് അല്ലെ. സാൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള മിനറൽ ഇവാപറേഷൻ ഓഫ് സീ വാട്ടർ ആണ് കിട്ടുന്നത്. ഓക്കെ, പിന്നെ എന്താ, ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ ഇൻസൈഡ് ദ എർത്ത്. എർത്തിന്റെ ഉള്ളിൽ നടക്കുന്ന ചില ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷന്റെ ഫലമായിട്ട് നമുക്ക് എന്ത് ഫോം ചെയ്യുന്നുണ്ട്, മിനറൽ ഡെപ്പോസിറ്റുകൾ ഫോം ചെയ്യുന്നുണ്ട്. കോൺസെൻട്രേഷൻ ഓഫ് മിനറൽസ് ഡ്യൂറിങ് വെതറിംഗ്, ട്രാൻസ്പോർട്ട് ആൻഡ് സെഡിമെന്റേഷൻ. ഇങ്ങനെ ട്രാൻസ്പോർട്ട് അല്ലെ സെഡിമെന്റേഷൻ പോലെയുള്ള പ്രോസസ്സുകളിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് മിനറൽ ഡെപ്പോസിറ്റ് ഫോം ചെയ്യുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുള്ളൂ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊന്നും അല്ല കേട്ടോ. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് മിനറൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ മിനറൽസിന് മോസ്റ്റ്ലി 3 ടൈപ്സ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്: മെറ്റാലിക്, നോൺ മെറ്റാലിക് ആൻഡ് എനർജി മിനറൽസ്. മെറ്റാലിക്കിനെ തന്നെ വീണ്ടും ഫെറസ് മിനറൽസ്, നോൺ ഫെറസ് മിനറൽസ്, പ്രഷ്യസ്, അതായത് നമ്മുടെ ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം, അങ്ങനെ നമുക്ക് കുറച്ചുകൂടെ വാല്യുബിൾ ആയിട്ടുള്ള മെറ്റൽസ് ഉണ്ട്, ആ ഒരു കാറ്റഗറി. അങ്ങനെ 3 ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മെറ്റാലിക്കിനെ തന്നെ വീണ്ടും സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫെറസ് കോമ്പൗണ്ട് അടങ്ങിയിട്ടുള്ളതാണെങ്കിൽ ഫെറസിന്റെ സബ് കാറ്റഗറി ആയിട്ട് വരുന്നതിലേക്ക് ഫെറസ് മിനറൽസ് എന്നും, നോൺ ഫെറസ് മിനറൽസ് വേറെ, ഫെറസ് റിലേറ്റഡ് അല്ലാത്തത്, അതായത് ഫെറസ് കോമ്പൗണ്ടുകൾ ഫോം ചെയ്യാന്നുള്ള രീതിക്കാണ് കേട്ടോ വരുന്നത്. പിന്നെ പ്രഷ്യസ് മിനറൽസ്, പ്രഷ്യസ് മെറ്റാലിക് മിനറൽസ്, അങ്ങനെ മെറ്റാലിക്കിനെ തന്നെ 3 സബ് ഡിവിഷന് ഉണ്ട്. ഓക്കെ, പിന്നെ വരുന്ന സെക്കൻഡ് കാറ്റഗറിയാണ് നോൺ മെറ്റാലിക്. മൈക്ക, സാൾട്ട്, പൊട്ടാഷ്, സൾഫർ, ഗ്രാനൈറ്റ്, ലൈംസ്റ്റോൺ, മാർബിൾ, അങ്ങനെയുള്ളതൊക്കെ നോൺ മെറ്റാലിക് കാറ്റഗറിയിലാണ് വരുന്നത്. തേർഡ് വൺ എനർജി മിനറൽസ് എന്ന് പറയും. അതിനെ തന്നെ ഫ്യൂൽ മിനറൽസ് എന്ന് പറയാറുണ്ട്. അതായത് എനർജി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് മിനറൽസ്. കോള്, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്, അതൊക്കെ നമ്മൾ എനർജി ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നതാണല്ലോ. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എനർജി മിനറൽസ് എന്ന് പറയും. അങ്ങനെ 3 കാറ്റഗറൈസ് ചെയ്തിട്ടാണ് നമുക്ക് വരുന്നത് എന്ത് വരുന്നത്, മിനറൽസിന്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഇനി മെറ്റാലിക് മിനറൽസ്. എന്താണ് മെറ്റാലിക് മിനറൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മെറ്റാലിക് മിനറൽസ് ആർ ദ വൺ ഫ്രം വിച്ച് വേരിയസ് മെറ്റൽ ക്യാൻ ബി എക്സ്ട്രാക്റ്റഡ്. അതായത് മെറ്റൽസ് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന മിനറൽസുകളെയാണ് നമ്മൾ മെറ്റാലിക് മിനറൽസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് ഗോൾഡ്, ക്രോമിയം, നിക്കൽ, പ്ലാറ്റിനം, അങ്ങനെയുള്ള മെറ്റൽസ് ഒക്കെ എന്താണ്, മെറ്റാലിക് മിനറൽസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, metal like aluminum, manganese, iron, copper, etc. are not found as metallic particles but found in the form of their respective compounds. From them, the respective metals are isolated and extracted by employing different methods like smelting and roasting. അതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, മെറ്റാലിക് മിനറൽസ് നമുക്ക് കിട്ടുമ്പോൾ, അതായത് മിനറൽസ് ആയിട്ട് കിട്ടുമ്പോൾ ചിലതൊക്കെ എന്തായിരിക്കും, ഒരു റോക്സിൽ, ഹാർഡ് റോക്സിൽ എന്ത് ചെയ്യും, പറ്റി പിടിച്ച ഫോർമാറ്റിലായിരിക്കും, എംബഡഡ് ചെയ്തിട്ടുള്ള ഫോർമാറ്റിലായിരിക്കും കിട്ടുക. അങ്ങനെയുള്ളതിനെ നമുക്ക് എളുപ്പമാണ് എന്ത് ചെയ്താൽ മതി, ആ റോക്കി ലേയേഴ്സ് ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് മെറ്റൽ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഗോൾഡ്, ക്രോമിയം, നിക്കൽ, പ്ലാറ്റിനം, അങ്ങനെയുള്ളതൊക്കെ ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. പക്ഷെ ചില ഓറുകൾ, അതായത് നമ്മൾ എടുക്കുന്ന ചില മിനറൽസ് എങ്ങനെയായിരിക്കും, കോമ്പൗണ്ട് ഫോർമാറ്റിലായിരിക്കും കാണാം. അത് ആ പെർട്ടിക്കുലർ മെറ്റൽ ആയിട്ട് തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക, ആ മെറ്റലിന്റെ കോമ്പൗണ്ട് ആയിട്ടായിരിക്കും കാണാം. അങ്ങനെയുള്ള മെറ്റൽസിനെ നമ്മൾ എന്ത് ചെയ്യും, സ്മെൽറ്റിംഗ്, റോസ്റ്റിംഗ് പോലെയുള്ള ഡിഫറെന്റ് എക്സ്ട്രാക്ഷൻ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ അതിനെ എക്സ്ട്രാക്ട് ആ റെസ്പെക്റ്റീവ് മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. അയൺ, അലുമിനിയം, ക്രോമിയം, മാംഗനീസ്, ടൈറ്റാനിയം, മഗ്നീഷ്യം, അതൊക്കെയാണ് അബണ്ടന്റ് ആയിട്ട് കാണപ്പെടുന്ന മെറ്റാലിക് മിനറൽസ്. കോപ്പർ, ലെഡ്, സിങ്ക്, ടിന്ന്, ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം, യുറേനിയം, മെർക്കുറി, മോളിബ്ഡിനം, അതൊക്കെ വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് നമ്മുടെ നേച്ചറിൽ കാണപ്പെടുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത്, നമ്മൾ മിനറൽ റിസോഴ്സ് നോക്കുകയാണെങ്കിൽ അതിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: മെറ്റാലിക് മിനറൽസ്, നോൺ മെറ്റാലിക് മിനറൽസ് ആൻഡ് എനർജി മിനറൽസ്. ഓക്കെ, ഇനി എന്താണ് നോൺ മെറ്റാലിക് മിനറൽസ്? Non-metallic minerals are the one from which various non-metallic compound can be extracted. Non-metallic ആയിട്ടുള്ള കോമ്പൗണ്ടുകളെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന മിനറൽസിനെയാണ് നോൺ മെറ്റാലിക് മിനറൽസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് കോഴ്സ്, ഡോളോമൈറ്റ്, കാൽഷ്യറ്റ് പോലെയുള്ളതൊക്കെ. ഈ ഒരു നോൺ മെറ്റാലിക് മിനറൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന്റെ റേഞ്ച് വരുന്നത് സിലിക്കേറ്റ് മിനറൽസ് മുതൽ സാൻഡ്, സാൾട്ട്, സോയില്, ഡയമണ്ട്, അങ്ങനെയുള്ള ഹയർ ലെവൽ വരെയാണ് വരുന്നത്. ഓക്കെ, these kind of mineral resources are found in Karnataka, Rajasthan and Bihar. Gypsum and mica are found in Tamil Nadu.
The diamond is found to some extent in Madhya Pradesh. Okay, നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്റർ നമ്മൾ എല്ലാ ചാപ്റ്ററും പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ പഠിക്കുന്ന ആ ഒരു ടോപ്പിക്കായിട്ട് റിലേറ്റ് ചെയ്തിട്ട് തമിഴ്നാട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് എഴുതി വെക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ പഠിക്കുന്ന തമിഴ്നാട് റിലേറ്റ് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ TNTU ആണല്ലേ, അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, തമിഴ്നാട് റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സാമ്പിൾസ് ഒക്കെ ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ട് പറയാം കേട്ടോ. തേർഡ് കാറ്റഗറി ആയിട്ട് വരുന്നതാണ് ഫ്യൂവൽ മിനറൽസ് അല്ലെ. കോള്, പെട്രോളിയം, ആംബർ അങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻ ഒക്കെ എന്തിനാണ് വരുന്നത്, കാറ്റഗറിയൊക്കെ വരുന്നത് ഫ്യൂവൽ മിനറൽസിലാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻ ഇന്ത്യ കോൾ ഈസ് അവൈലബിൾ ഇൻ അബണ്ടൻസ് പെർട്ടിക്കുലർലി ഇൻ വെസ്റ്റ് ബംഗാൾ, ഒറീസ, ബീഹാർ, ആസാം ആൻഡ് മധ്യപ്രദേശ്. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, മേഘാലയ, നാഗാലാൻഡ് ആൻഡ് ഉത്തർപ്രദേശ്. കോള് നമ്മുടെ ഇന്ത്യയിൽ മോസ്റ്റ്ലി അബണ്ടന്റ് ആയിട്ട് കാണപ്പെടുന്ന ഒരു അവൈലബിൾ ആയിട്ട് കാണപ്പെടുന്ന ഒരു ഫ്യൂവൽ മിനറൽസ് ആണ് അല്ലെ. ലിഗ്നൈറ്റ്, ബ്രൗൺ കോൾ ഈസ് അവൈലബിൾ ഇൻ നെയ്വേലി, തമിഴ്നാട്. പെട്രോളിയം ഈസ് ഫൗണ്ട് ഇൻ അസാം ആൻഡ് ഗുജറാത്ത് states as well as in Godavari basins and Bombay high seas. Plutonium is found in Trivandrum. Okay, അപ്പൊ ഇങ്ങനെയുള്ള എക്സാമ്പിൾസ് ഒക്കെ മാക്സിമം നിങ്ങൾക്ക് പറ്റുന്നത്ര നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം, ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, minerals resources are finite and at a certain point will be exhausted. In that case, there are 4 possible solutions. നമ്മൾ മിനറൽ റിസോഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞില്ല അത് നോൺ റിന്യൂവബിൾ കാറ്റഗറിയിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ ഓവറായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തീർന്നു പോകും. അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് 4 പോസിബിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് ആണ് ഉള്ളത്. ഒന്നല്ലെങ്കിൽ നമ്മൾ വീണ്ടും മിനറൽസ് എക്സ്പ്ലോർ ചെയ്യാം. അപ്പം കിട്ടുന്ന അവൈലബിലിറ്റി കുറവായിരിക്കും. പിന്നെ നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഫണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരും. പിന്നെ റീസൈക്ലിംഗ് അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ ആയിട്ടുള്ളതാണ് റീസൈക്കിൾ ചെയ്യാൻ. അതായത് ഓൾറെഡി നമ്മുടെ കയ്യിലുള്ളത് നമ്മൾ റീയൂസ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഈ ആ ഒരു മിനറൽ റിസോഴ്സിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ അതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ട് എന്നുള്ള നിലക്ക് വേറെ എന്തെങ്കിലും ഒരു മിനറൽ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, മിനറൽ റിസോഴ്സസ് യൂസ് ചെയ്യുന്ന ഡിസൈൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യുന്ന രീതിക്കുള്ള ടെക്നോളജീസ് ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാം. ഇത്രയും പോയിന്റുകൾ അല്ലെങ്കിൽ ഇത്രയും പോസിബിൾ സൊല്യൂഷൻസ് മാത്രമേ നമ്മുടെ കയ്യിലുള്ള എന്തുള്ളൂ, മിനറൽ റിസോഴ്സ് തീർന്നു പോയാൽ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളതുള്ളൂ അല്ലെ. ഇനി എന്തൊക്കെയാ മിനറൽ റിസോഴ്സിന്റെ യൂസ്? നമ്മൾ യൂസ് ചെയ്യുന്ന ഡയമണ്ട്സ്, സിൽവർ അങ്ങനെയുള്ള ഗോൾഡ് പോലെയുള്ള ജ്വൽസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്തുകൊണ്ടാണ്? മിനറൽ റിസോഴ്സ് കൊണ്ടാണ് അല്ലെ. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ആർട്ടിക്കിൾസ്, യൂട്ടൻസിൽസ്, അങ്ങനെ നമ്മൾ ഏത് ഇൻഡസ്ട്രി ആയിക്കോട്ടെ, ഇലക്ട്രിസിറ്റി കൺസിഡർ ചെയ്താൽ അതിന്റെ ട്രാൻസ്മിഷന് വേണ്ടി യൂസ് ചെയ്യുന്ന വയറുകൾ ഒക്കെ നമ്മൾ ഈ മിനറൽ ബേസ്ഡ് ആണ് അല്ലെ. ഡയമണ്ട്, പ്ലാറ്റിനം ആൻഡ് മെനി അതർ മെറ്റൽസ് ഫൈൻഡ് ഇൻ മെനി ഇൻഡസ്ട്രിയൽ യൂസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് വേരിയസ് മെറ്റീരിയൽ. അതായത് ഡയമണ്ട് ഒക്കെ നോക്കുകയാണെങ്കിൽ ഗ്ലാസ് ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ഒരുപാട് നമ്മുടെ ഡെയിലി ബേസിസിൽ നോക്കുകയാണെങ്കിൽ കൂടെ നമ്മുടെ ഈ ഒരു മിനറൽസിന് ഒരുപാട് യൂസേജുകൾ ഉണ്ട് അല്ലെ. അലുമിനിയം ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ദ ബോഡി ഓഫ് എയർപ്ലെയിൻസ് ആൻഡ് ഓട്ടോമൊബൈൽ എഞ്ചിൻസ്. Coals and petroleums are used as various kind of fuel from cooking to aviation. Without the use of iron, no weapons and tools, room fixtures, fittings, vehicles, etc. could be manufactured. ഇത് നമ്മൾ ടോട്ടലി നോക്കുകയാണെങ്കിൽ നമ്മുടെ സറൗണ്ടിങ്സിൽ നോക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക സംഭവങ്ങളും നടന്നു പോകുന്നത് ഈ ഒരു മിനറൽ റിസോഴ്സസ് വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ അത്ര ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് മിനറൽ റിസോഴ്സ്. അത് തീർന്നു പോവാ അല്ലെങ്കിൽ അത് ഓവറായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്ത് പോയാൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാവില്ല. കാരണം നമ്മുടെ ഡെയിലി ലൈഫിൽ നോക്കുകയാണെങ്കിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നത് ഈ മിനറൽ റിസോഴ്സിന്റെ ഹെൽപ്പോട് കൂടിയാണ്. അതുകൊണ്ട് തന്നെ അതിനെ എന്തൊക്കെയാണ് അഫക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ മിനറൽ റിസോഴ്സുകൾ നമ്മുടെ കയ്യിൽ എത്തുമ്പോഴേക്കും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ അഫക്ട് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. അതിനെക്കുറിച്ച് നമ്മൾ അവെയർ ആവണം. എന്നാൽ മാത്രമേ നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓവർ യൂസ് ചെയ്യാതെ ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്ത് റീയൂസ് ചെയ്യുക അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്യുക, അങ്ങനെയുള്ള പ്രോസസ്സുകളിലൂടെയൊക്കെ നമുക്ക് പോകണം എന്നുള്ള ഒരു അവയർനെസ് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം അറിയേണ്ടത് എന്തൊക്കെയാണ് ഈ മിനറൽ റിസോഴ്സുകൾ കൊണ്ട് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള എഫക്ട്സ് എന്തൊക്കെയാണെന്ന് അറിയേണ്ടത്.
മിനറൽ റിസോഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള എഫക്റ്റിനെക്കാട്ടിലും ആ മിനറൽ റിസോഴ്സ് നമ്മുടെ കയ്യിലോട്ട് എത്തണമെങ്കിൽ മൈനിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മുടെ മിനറൽ റിസോഴ്സ് നമുക്ക് കയ്യിലെത്താൻ. അതായത് എർത്തില് ലാൻഡ്, അതായത് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എർത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു സംഭവമാണ് മിനറൽസ്. അത് നമ്മൾ എന്ത് ചെയ്യണം, കുഴിച്ചെടുത്തിട്ടാണ് നമ്മുടെ കയ്യിലെത്തുന്നത്. അപ്പൊ അങ്ങനെയുള്ള മൈനിങ് ഓപ്പറേഷൻസ് ഒക്കെ മൈനിങ് ഒക്കെ നമ്മൾ നടത്തുമ്പോൾ അത് നമ്മുടെ എൻവയോൺമെന്റിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. എന്തൊക്കെയായിരിക്കും വരുന്നത്? എയർ പൊല്യൂഷൻ ഉണ്ടായിരിക്കില്ല. ഒരു സംഭവം നമ്മൾ കുഴിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ എയർ പൊല്യൂഷൻ മസ്റ്റ് ആണല്ലോ. കാരണം ഇത് മിനറൽസ് ഒക്കെ എന്ന് പറഞ്ഞാൽ അതിന്റെ ക്രിസ്റ്റൽ കാണപ്പെടുന്ന സംഭവമാണ്. ക്രിസ്റ്റൽ മീൻസ് എർത്തിന്റെ ഒരു ഡീപ്പ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ കാണപ്പെടുന്ന സംഭവമാണ്. അപ്പൊ നമുക്ക് ബ്ലാസ്റ്റിംഗ് ഒക്കെ വേണ്ടി വരില്ലേ? റോക്സിന്റെ ഉള്ളിലൊക്കെ എംബഡഡ് ചെയ്ത ഫോമിൽ കിടക്കുന്ന മിനറൽസ് ഉണ്ട്. അപ്പൊ അതിനൊക്കെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലാസ്റ്റിംഗ് പോലെയുള്ള സംഭവങ്ങളൊക്കെ വേണ്ടില്ല. അതുപോലെ തന്നെ ബ്ലാസ്റ്റിങ്ങിലൂടെയൊക്കെ നമ്മൾ മിനറൽസ് കോമ്പൗണ്ട് ഫോമാറ്റിലൊക്കെ എക്സ്ട്രാക്ട് ചെയ്തെടുത്താലും ആ എടുത്ത മിനറൽസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി, അതായത് മിനറൽസ് എക്സ്ട്രാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ റിഫൈൻ ചെയ്യുന്ന ഫാക്ടറികളിലോട്ടൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ട്രാൻസ്പോർട്ട് വേണം. ലോറികളിലൊക്കെ ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു മിനറൽസ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന കോളീസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഒരു ട്രാൻസ്പോർട്ടേഷൻ. അപ്പൊ ആ ഒരു പാർട്ട് നമുക്കറിയാം. നമ്മൾ നോർമൽ കോളീസുകളിൽ തന്നെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല എയർ പൊല്യൂഷൻ ഉണ്ടല്ല. അപ്പൊ ഈ ഒരു ബ്ലാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് പാറയൊക്കെ പൊട്ടിച്ചിട്ട് അങ്ങനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഒരു പ്ലേസിൽ എത്രത്തോളം എയർ പൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. അപ്പം എയർ പൊല്യൂഷൻ മെയിൻ ആയിട്ട് വരുന്ന ഒരു സംഭവമാണ്. ഈ ഡസ്റ്റ് പാർട്ടിക്കിളിന്റെ ഒക്കെ ഒരു പൊല്യൂഷൻ വരിക എന്നുള്ളത് ഈ ഒരു ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വരുന്ന സംഭവമാണ്. അതുപോലെ തന്നെയാണ് മീഥേൻ ഗ്യാസ്. അതായത് മൈനിങ് ഓപ്പറേഷൻ ഒക്കെ നടക്കുന്ന ഇങ്ങനെയുള്ള കോഴ്സിലൊക്കെ എന്തുണ്ടായിരിക്കും, പോയിസണസ് ആയിട്ടുള്ള മീഥേൻ ഗ്യാസ് ഉണ്ടായിരിക്കും. ഈ മീഥേൻ ഗ്യാസും എയർ പൊല്യൂഷന് കാരണമാവും അല്ലെ. നെക്സ്റ്റ് വരുന്നതാണ് വാട്ടർ പൊല്യൂഷൻ. എങ്ങനെയാ വാട്ടർ പൊല്യൂഷൻ നടക്കുക? ഈ ഒരു മൈനിങ് ഒക്കെ നടക്കുന്ന ഈ ഒരു സ്ഥലത്ത് എന്തായാലും അതിന്റെ വേസ്റ്റ് ഉണ്ടായിരിക്കില്ല. അതിന്റെ വേസ്റ്റിനെ നമ്മൾ എന്താ പറയാ, ഓക്കെ, നമ്മള് സ്ലം എന്നൊക്കെ പറയും. പറയാട്ടോ. ഇങ്ങനെയുള്ള ഈ ഒരു മിനറൽ വേസ്റ്റുകളൊക്കെ എന്ത് ചെയ്യും, നമ്മൾ യൂസ് ചെയ്യുന്ന, അതായത് നമ്മൾ ഫ്രഷ് വാട്ടർ പോണ്ടുകളിലൊക്കെ എത്തിച്ചേരും. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ വാട്ടർ പൊല്യൂഷന് കാരണമാവില്ല. വാട്ടർ പൊല്യൂഷന് മാത്രമല്ല, ആ ഒരു മൈനിങ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഏരിയയിൽ ഏതെങ്കിലും അഗ്രികൾച്ചറൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ അതെന്ത് ചെയ്യും, ഈ ഒരു മൈനിങ് എന്നുള്ള ഈ ഒരു പ്രോസസ് അഫക്ട് ചെയ്യൂല. പിന്നെ വരുന്നതാണ് ലാൻഡ് പൊല്യൂഷൻ. ലാൻഡ് പൊല്യൂഷൻ എങ്ങനെയാ വരിക? നമുക്കറിയാലേ, ഈ ഒരു നമ്മുടെ ഈ ഒരു ഇത് മൈനിങ് എന്ന് പറഞ്ഞ ഓപ്പറേഷൻ നടക്കണമെങ്കിൽ ആ ഒരു എർത്തിന്റെ ആ ഒരു പാർട്ടില്ല, ആ ഒരു എർത്തിന്റെ അപ്പർ സർഫസ് ഫുള്ള് ക്ലിയർ ചെയ്യണം അല്ലെ. അപ്പൊ അപ്പർ സർഫസ് ഒക്കെ റിമൂവ് ചെയ്യും. അപ്പർ സർഫസ് റിമൂവ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഡീഫോറസ്റ്റേഷൻ നടത്തൂലെ. അതായത് ഒരു സ്ഥലം നമ്മൾ കുറിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവിടെയുള്ള അവിടെയുള്ള ട്രീസും കാര്യങ്ങളും ഒക്കെ, വെജിറ്റേഷൻസ് ഒക്കെ നമ്മൾ റിമൂവ് ചെയ്യും. എന്നിട്ടാണ് നമ്മളവിടെ കുഴിച്ചെടുക്കുക അല്ലെ. അപ്പൊ അതെന്ത് ചെയ്യും, വെജിറ്റേഷൻ ഒക്കെ പോയി ഡീഫോറസ്റ്റേഷൻ ആവും. ഡീഫോറസ്റ്റേഷൻ ആയാൽ നമുക്ക് അറിയാലെ സോയിൽ ഇറോഷൻ സംഭവിക്കും. പിന്നെ അത് ഡെസേർട്ടിഫിക്കേഷൻ, ഫെർട്ടിലിറ്റി നഷ്ടപ്പെടും ആ ഒരു സോയിലിന്റെ. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരില്ല. അതൊക്കെ എന്ത് ചെയ്യും, ഡെസേർട്ടിഫിക്കേഷൻ പോലെയുള്ള വലിയ വലിയ പ്രശ്നങ്ങളിലോട്ട് അത് കാരണം. അപ്പൊ ലാൻഡ് പൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു പെർട്ടിക്കുലർ ഏരിയനെ മാത്രമല്ല, അത് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ ഓർഗാനിസത്തിനെ, അതുപോലെ തന്നെ ആനിമൽസിനെ ഒക്കെ എന്ത് ചെയ്യുന്നത് ബാധിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും അല്ലെ. അതുപോലെ തന്നെ ഈ ഒരു മൈനിങ് നടന്നിട്ടുള്ള ആ ഒരു പ്ലേസ്, മൈനിങ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് എന്തിനു വേണ്ടെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ. അതിന്റെ ഫെർട്ടിലിറ്റി ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അത് ആ ഒരു പ്ലേസ് അതുപോലെ തന്നെ അബൻഡൻ ചെയ്യാൻ, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒഴിവാക്കാനേ പറ്റുള്ളൂ അല്ലെ. അതുകൊണ്ട് തന്നെ ഈ ഒരു മൈനിങ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു പെർട്ടിക്കുലർ ഏരിയ അല്ലെങ്കിൽ ലാൻഡ് പൊല്യൂഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ഇമ്പാക്റ്റിൽ എന്ത് ചെയ്യും, ലാൻഡ് പൊല്യൂഷൻ നടക്കൂലെ. ഓക്കെ, ഈ മിനറൽ അതുപോലെ തന്നെ വരുന്നതാണ് നോയിസ് പൊല്യൂഷൻ അല്ലേ. കാരണം നമ്മൾ മിനറൽസ് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലാസ്റ്റിങ്ങും ഡ്രില്ലിങ്ങും ഒക്കെ നടത്തുന്നുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ നോയിസ് പൊല്യൂഷൻ ഉണ്ടാവും. ഡീഫോറസ്റ്റേഷൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ മൈനിങ്ങിലൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഫോറസ്റ്റിനെ ഇല്ലാണ്ടാക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതെന്ത് ചെയ്യും, ആ ഒരു പ്ലേസിലുള്ള ബയോഡൈവേഴ്സിറ്റി കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് കാരണമാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മിനറൽ റിസോഴ്സുകൾ, അതായത് മൈനിങ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഓപ്പറേഷന്റെ എഫക്റ്റ് ആയിട്ട് വരുന്നത്. ഏതൊക്കെയാണ് എല്ലാ പൊല്യൂഷൻസും വരുന്നത്? സോയിൽ പൊല്യൂഷൻ, ലാൻഡ് പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, നോയിസ് പൊല്യൂഷൻ ആൻഡ് ഡീഫോറസ്റ്റേഷൻ.
പിന്നെ നമുക്ക് പറയാം ലോസ് ഓഫ് വെജിറ്റേഷൻ, പിന്നെ എന്താ ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാം. ഓക്കെ. ഇനി എഫക്ട് ഓഫ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് മിനറൽ റിസോഴ്സസ്. ഓവറായിട്ട് മിനറൽ റിസോഴ്സസ് നമ്മൾ എക്സ്പ്ലോയിറ്റേഷൻ ചെയ്താൽ എന്താ പ്രശ്നം ഉണ്ടാവാം? മിനറൽ ഡെപ്പോസിറ്റ് പെട്ടെന്ന് തന്നെ തീർന്നു പോകില്ലേ? ഈ മിനറൽ ഡെപ്പോസിറ്റ് പെട്ടെന്ന് തീർന്നു പോയാൽ എന്താ പ്രശ്നം? ഇത് പെട്ടെന്ന് ഉണ്ടാകുന്ന സംഭവമല്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഓവറായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒന്നാമത് ഓവറായി എക്സ്പ്ലോയിറ്റ് ചെയ്യുമ്പോൾ നമ്മളത് വേസ്റ്റ് ചെയ്യാണ് അല്ലെ. പിന്നെ എന്ത് ചെയ്യും? അത് വളരെ പെട്ടെന്ന് ഉണ്ടാവാത്തൊരു സംഭവം അല്ലാത്തതുകൊണ്ട് തന്നെ അതിന്റെ ലിമിറ്റേഷൻ വരില്ല, അതിന്റെ സ്കേസിറ്റി വരും. അപ്പോൾ എന്ത് ചെയ്യും? എനർജി നീഡ്സും ഒക്കെ നമുക്ക് അത്യാവശ്യമായിട്ട് വരും. അതായത് എനർജി നീഡ്സ് ഒക്കെ നമുക്ക് കൂടി കൂടി വരും. നമുക്കറിയാം അപ്പൊ നമുക്ക് പവർ കട്ട് പോലെയുള്ള രീതികളിലോട്ടൊക്കെ പോകേണ്ടി വരും അല്ലെ. നമ്മൾ മെയിൻ ആയിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന മിനറൽ റിസോഴ്സ് എനിക്ക് തോന്നുന്നു എനർജി റിസോഴ്സ് ആയിരിക്കും. കാരണം ബാക്കിയുള്ളതിനെക്കാട്ടിലും കൂടുതൽ ഓവറായിട്ട് നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് എനർജി റിക്വയർമെന്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള മിനറൽ റിസോഴ്സുകളുടെ ഈ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഒക്കെ തടയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു മൈനിങ് ഓപ്പറേഷൻ ഒക്കെ ഓവറായിട്ട് നടക്കുന്നത് തടയാൻ വേണ്ടിയിട്ട് നമ്മുടെ കുറച്ച് ഗവൺമെന്റ് കുറച്ച് ആക്ടുകൾ നിലവിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ആക്ട് ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. വൈൽഡ് ലൈഫ് ആക്ട് ഉണ്ട്, വാട്ടർ ആക്ട് ഉണ്ട്, ഫോറസ്റ്റ് ആക്ട് ഉണ്ട്, എൻവയോൺമെന്റ് ആക്ട് ഉണ്ട്, നാഷണൽ മിനറൽ പോളിസി ഉണ്ട്. ഇത്രയും ആക്ടുകളാണ് മൈനിങ് ഓപ്പറേഷൻസ് ഒക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതൊരു കൺട്രോൾഡ് മാനറിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ. ഇനി എന്തൊക്കെയാണ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഈ ലോസിന്റെ ഹെൽപ്പോട് കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഫുഡ് റിസോഴ്സുകളെ കുറിച്ചാണ്. മിനറൽ റിസോഴ്സുകളെ കുറിച്ച് നമ്മൾ പഠിച്ചില്ല. അപ്പൊ നിങ്ങളോട് മിനറൽ റിസോഴ്സിനെ കുറിച്ചിട്ട് ഒരു 5 മാർക്സിനൊക്കെ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം എന്താണ് മിനറൽ റിസോഴ്സ് എന്നുള്ളത് എഴുതണം, എങ്ങനെയാണ് അത് എക്സ്ട്രാക്ട് ചെയ്യുന്ന മെത്തേഡ്സ് എഴുതണം, അതിന്റെ ക്ലാസിഫിക്കേഷൻ എഴുതണം, മെറ്റാലിക്, നോൺ മെറ്റാലിക്, എനർജി മിനറൽ റിസോഴ്സ് അല്ലെങ്കിൽ ഫ്യൂൽ ബേസ്ഡ് മിനറൽ റിസോഴ്സ് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്ത് എഴുതാൻ. നെക്സ്റ്റ് വരുന്നത് ഫുഡ് റിസോഴ്സ് ആണ്. ഫുഡ് റിസോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഫുഡ് ഈസ് ദ സെക്കൻഡ് പ്രയോറിറ്റി ഓഫ് മാൻ ഇൻ ഹിസ് ലിസ്റ്റ് ഓഫ് ബേസിക് നീഡ്സിൽ. അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് വാട്ടർ, ഫുഡ്, ഷെൽട്ടർ എന്നാണല്ലേ. അപ്പൊ ഫുഡ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള റിക്വയർമെന്റ് ആണ്. അത് ഫുൾഫിൽ ചെയ്തില്ലെങ്കിൽ അതിന്റെ മുകളിലോട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യം ഉണ്ടായിരിക്കില്ല. അതായത് നമ്മൾ നമ്മൾ ഫസ്റ്റ് സെമിസ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ബേസിക് നീഡ്സ് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് അതിന് മുകളിലുള്ള ആവശ്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിലോട്ട് വരിക അല്ലെ. അപ്പൊ ഫുഡ് റിസോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള നീഡ്സ് ആണ്. നമ്മൾ ഫസ്റ്റ് പ്രിമിറ്റീവ് ഏജസിലൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഹ്യൂമൻസ് എന്തായിരുന്നു? ഹണ്ടിങ് ആയിരുന്നു അഡോപ്റ്റ് ചെയ്തിരുന്നത്. പിന്നെ അവരെന്ത് ചെയ്യാൻ തുടങ്ങി? അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഫുഡായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഒന്നുകൂടെ ലൈഫ് ഒന്നുകൂടെ പ്രോപ്പർ ആയിട്ട്, അല്ലെങ്കിൽ ഒന്നുകൂടെ നല്ല രീതിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലേസിലോട്ട് മാറി താമസിക്കുക എന്നുള്ള രീതിക്ക് റിവേഴ്സ് സൈഡിലോട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി? നമ്മൾ സെറ്റിൽ ആവാൻ വേണ്ടി തുടങ്ങിയില്ലേ. അങ്ങനെ ഒരു പെർട്ടിക്കുലർ പ്ലേസിൽ സെറ്റിൽ ആവാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ആദ്യകാലത്തൊന്നും എന്തല്ല, ഒരു പെർട്ടിക്കുലർ പ്ലേസിൽ സെറ്റിൽ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ആയിരുന്നില്ല അല്ലെ. നമ്മൾ എന്ത് ചെയ്യും? ഹണ്ടിങ് ചെയ്യും. പിന്നെ ആ ഒരു പ്ലേസ് മാറിയിട്ട് ഇങ്ങനെ നാടോടികൾ എന്നൊക്കെ പറയും, നമ്മളിങ്ങനെ ഓരോ പ്ലേസ് ടു പ്ലേസ് ഇങ്ങനെ മാറി മാറി പോയിരുന്നില്ല. പിന്നെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലേസ് കണ്ടെത്തി ഒരു റിവറിന്റെ സൈഡിലൊക്കെ സെറ്റിൽ ആവാൻ തുടങ്ങിയപ്പം ഹ്യൂമൻ ബീങ് എന്ത് ചെയ്തു? അവർക്ക് ആവശ്യമായിട്ടുള്ള ക്രോപ്പും കാര്യങ്ങളൊക്കെ അവർ തന്നെ കൾട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി. അവർക്ക് മീറ്റിനൊക്കെ അവർക്ക് ആവശ്യമായിട്ടുള്ള അനിമൽസിനെയൊക്കെ അവരെന്ത് ചെയ്യാൻ തുടങ്ങി? വളർത്താൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പൊ ഇന്നത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ, ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ റൈസ്, വീറ്റ്, കോണൊക്കെയാണ് നമ്മുടെ മെയിൻ ഫുഡ് സോഴ്സ് ആയിട്ട് വരുന്നത്. ഫിഷ്, സീ ഫുഡ് ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫിഷ്, സീ ഫുഡ്, അതുപോലെ മിൽക്ക്, മീറ്റ്, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സപ്ലിമെന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫുഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഫുഡ് നോക്കുകയാണെങ്കിൽ അഗ്രികൾച്ചർ ത്രൂ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഫുഡ് കിട്ടുന്നുണ്ട്. ഫിഷറീസ് ആൻഡ് സീ ഫുഡ് ഉണ്ട്, ലൈഫ് സ്റ്റോക്ക് ഉണ്ട് അല്ലെ. ഇനി ഫുഡ് ഓവറായിട്ട് അല്ലെങ്കിൽ ഫുഡ് റിസോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു റിസോഴ്സിൽ നമുക്ക് മെയിൻ ആയിട്ട് വരാൻ പോകുന്ന പ്രശ്നം എന്താ? ഫുഡ് ക്രൈസിസ് ആണ് അല്ലെ. ഫുഡ് ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവും? സ്ലോ എക്കണോമിക് ഗ്രോത്ത് ഓഫ് ദ കൺട്രി. നമ്മൾ പറയാറുണ്ട് ഒരു ബേസിക് നീഡ് ആയതുകൊണ്ട് തന്നെ ഒരു ഫുഡ് ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ ആ ഒരു കൺട്രി എക്കണോമിക്കലി എന്ത് ചെയ്യും? മറ്റേ ലോവസ്റ്റ് കൺട്രി ആയിട്ട് മാറും അല്ലെ. പിന്നെന്താ?
ഫുഡ് ക്രൈസിസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് പ്രൊഡക്ഷൻ എന്തായിരിക്കും, കുറവായിരിക്കും. പിന്നെന്താ, ക്വാളിറ്റി കുറവായിരിക്കും. അതുപോലെ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ഒക്കെ കുറവായിരിക്കും. അതൊക്കെ എന്താണ് ഈ ഫുഡ് ക്രൈസിസിന് കാരണം. പിന്നെ മാൽ ന്യൂട്രീഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ബാലൻസ്ഡ് ഡയറ്റിനെ കുറിച്ചിട്ടൊന്നും അവയർനെസ് ഉണ്ടായിരിക്കില്ല അല്ലെ. ഇനി എങ്ങനെയാ ഈ ഒരു ഫുഡ് ക്രൈസിസ് എന്നുള്ള ഈ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക? നമുക്ക് ഫുഡിന്റെ പ്രൊഡക്ഷൻ കൂട്ടാം അല്ലെ. ഫുഡിന്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം? പല വെറൈറ്റീസ് ആയിട്ടുള്ള സീഡ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നല്ല ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ക്രോപ്പ് റൊട്ടേഷൻ എന്നുള്ള ആ ഒരു മെത്തേഡ് എംപ്ലോയ് ചെയ്യാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? ഫുഡ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അല്ലെ. ഇനി വേറെ നോക്കുകയാണെങ്കിൽ നമുക്ക് സെക്കൻഡ് ആയിട്ട് വരുന്നത് ഇംപ്രൂവ്മെന്റ് ഓഫ് അഗ്രികൾച്ചറൽ മാനേജ്മെന്റ് ആണ്. അഗ്രികൾച്ചറൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താ വരിക? ഫാർമേഴ്സിന് പുതിയ ടെക്നോളജീസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, അവർക്ക് ഒന്നുകൂടെ അവയർനെസ് കൊടുക്കാം. പഴയ രീതിയിൽ തന്നെ പോകാതെ പുതിയ ടെക്നോളജീസ്, അതുപോലെ പുതിയ ടെക്നോളജീസ് യൂസ് ചെയ്യുക, പുതിയ ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യുക. അപ്പൊ ഒന്നുകൂടെ എന്ത് ചെയ്യും, എളുപ്പത്തിൽ ഒന്നുകൂടെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫുഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഈ ഫുഡ് ക്രൈസിസ് ഒരു വിധത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല. നമ്മൾ വിട്ടുപോയിട്ടുള്ള ഫുഡ് റിസോഴ്സുകൾ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇപ്പൊ നമ്മൾ ഏതൊക്കെയാ പറഞ്ഞ? മിനറൽ റിസോഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, ഫുഡ് റിസോഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇനി തേർഡ് വൺ ആണ് എനർജി റിസോഴ്സസ്. ഓക്കെ, നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ലൈഫിൽ നമുക്ക് എനർജി ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. എനർജി റിസോഴ്സിന്റെ ഹെൽപ്പ് ഇല്ലാണ്ട് ഹ്യൂമന്റെ ലൈഫിന് പോസിബിൾ അല്ല എന്നുള്ള ഒരു രീതിക്കാണ് ഇപ്പോഴുള്ള ഒരു ജനറേഷൻ നിൽക്കുന്നത് അല്ലെ. നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കൺട്രി എത്രത്തോളം ഡെവലപ്ഡ് ആണ് എന്നുള്ളത് അതിന്റെ എനർജി റിസോഴ്സുകളെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. എത്രത്തോളം എനർജി അവർ മേക്ക് ചെയ്യുന്നു, എത്രത്തോളം എനർജി അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു കൺട്രി എത്രത്തോളം ഡെവലപ്ഡ് ആയിട്ടുണ്ട് എന്നുള്ളത് പറയുന്നത്. Energy is required to fulfill our daily basic needs and also for enjoying the comfort of our life. And today's electric power occupies a prime place in human life, though other sources of energy is also tapped extensively using modern technologies. എന്താ പറയുന്നത്, ഇന്നത്തെ കാലത്ത് ഒരു ഇലക്ട്രിക് പവർ ഇല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം നമ്മുടെ ഡെയിലി ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു എനർജി റിസോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നു അല്ലെ. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ എന്താണ്, ഓൺലൈൻ ക്ലാസ്സസ് ആണെങ്കിൽ നമുക്കൊരു എന്താ ഇലക്ട്രിക് പവറിന്റെ ഹെൽപ്പോട് കൂടെ നമ്മൾ ഫോണൊക്കെ ചാർജ് ചെയ്യാനൊക്കെ നമുക്ക് ഇലക്ട്രിക് പവർ ആവശ്യമാണ് അല്ലെ. അപ്പോൾ ഇലക്ട്രിക് പവർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാകുന്ന ഒരു കണ്ടീഷനിലോട്ടായിട്ടുണ്ട് അല്ലെ. നമ്മുടെ ഡെയിലി ലൈഫിലുള്ള എല്ലാ ആക്ടിവിറ്റീസും അതിനെ ബേസ് ചെയ്തിട്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനർജി റിസോഴ്സ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് അതുകൊണ്ട് തന്നെ എനർജി നീഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. നമുക്ക് പോപ്പുലേഷൻ കൂടുകയാണ്. എന്തുകൊണ്ടാണ് എനർജി നീഡ്സ് നമുക്ക് ഇങ്ങനെ എനർജിയുടെ ആവശ്യകത നമുക്ക് കൂടാനുള്ള കാരണം? ഒന്നാമത് നമ്മുടെ പോപ്പുലേഷൻ കൂടുകയാണ്. പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ഒരു ഫാമിലി സെറ്റപ്പിൽ അല്ലെങ്കിൽ ഒരു കൂട്ടുകുടുംബം എന്നുള്ള രീതിക്കാണെങ്കിൽ ഇന്ന് അതൊക്കെ ചെറിയ ചെറിയ അണുകുടുംബം എന്നുള്ളൊരു സെറ്റപ്പിലായിട്ടുണ്ടല്ലേ. അപ്പോൾ ഓരോ വീടുകളിലും അത്രയും ലൈറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യാണ്. അപ്പൊ അത്രയും എനർജിയുടെ ആവശ്യം ഉണ്ടാവാണ് അല്ലെ. പിന്നെന്താ, ഇൻഡസ്ട്രീസ്, ഓക്യുപ്പേഷൻസ് അതൊക്കെ എന്താ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. പിന്നെ നമ്മുടെ ഹൗസ് ഹോൾഡ്, നമ്മുടെ ഡെയിലി വീടുകളിലുള്ള കാര്യം നോക്കുകയാണെങ്കിൽ തന്നെ കൂടുതൽ എക്യുപ്മെന്റ്സ്, കൂടുതൽ ഇൻസ്ട്രുമെന്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അല്ലെ. എനർജി കൺസ്യൂം ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഒരു ഇലക്ട്രിസിറ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരുപാട് വസ്തുക്കൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. പിന്നെന്താ, നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഗ്ലോബൽ വാർമിങ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഓരോ സമ്മറിലും നമ്മൾ നോക്കുകയാണെങ്കിൽ ചൂട് കൂടിക്കൂടി വരികയാണ്. അത് ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് ഒരു എയർ കണ്ടീഷണർ ഇല്ലാതെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അല്ലെ. അതായത് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാണ്, ഈ ഒരു എനർജി ആവശ്യമായിട്ട് വരികയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഈ ഒരു കാലഘട്ടത്തിൽ എനർജിയുടെ നീഡ് എനർജി റിസോഴ്സിന്റെ നീഡ് നമുക്ക് എന്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇനി നമ്മൾ കൈൻഡ് ഓഫ് എനർജി റിസോഴ്സിലോട്ട് വരുമ്പോൾ, അതായത് എനർജി റിസോഴ്സുകളെ മെയിൻലി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 2 ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നോൺ റിന്യൂവബിൾ എനർജി റിസോഴ്സ് ആൻഡ് റിന്യൂവബിൾ എനർജി റിസോഴ്സ്. നോൺ റിന്യൂവബിൾ എനർജി റിസോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത്, നോൺ റിന്യൂവബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നാച്ചുറൽ റിസോഴ്സുകളാണ് അല്ലെ. അത് വളരെ ലിമിറ്റഡ് നമ്പറിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ള നാച്ചുറലി ഒക്കർ ചെയ്യുന്ന എനർജി റിസോഴ്സുകളെയാണ് നമ്മൾ നോൺ റിന്യൂവബിൾ എനർജി റിസോഴ്സ് എന്ന് പറയും. കോള്, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്, ഇലക്ട്രിസിറ്റി, ആറ്റോമിക് എനർജി പോലുള്ളത് അല്ലെ. അതൊക്കെ വൺസ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ
അതിനെ വീണ്ടും അത് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഒരുപാട് കാലങ്ങൾ എടുക്കില്ല. അപ്പം അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ നോൺ റിന്യൂവബിൾ എനർജി റിസോഴ്സ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ലിമിറ്റഡ് ആയിട്ട് മാത്രം അതിന്റെ അവൈലബിലിറ്റി ഉള്ളൂ. ഇനി എന്താ റിന്യൂവബിൾ എനർജി റിസോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അത്യാവശ്യം നല്ല ലെവലിൽ അവൈലബിൾ ആയിട്ടുള്ള എനർജി റിസോഴ്സുകളാണല്ലേ. വുഡ്, സോളാർ എനർജി, വിൻഡ്, ഹൈഡ്രോ ഇലക്ട്രിക് എനർജി, വേവ്, ബയോഗ്യാസ്, അങ്ങനെയുള്ളതൊക്കെ എന്താണ് റിന്യൂവബിൾ എനർജി റിസോഴ്സിൽ വരുന്നതാണ് അല്ലെ. ഇനി നമുക്ക് നോൺ റിന്യൂവബിൾ എനർജി റിസോഴ്സുകളെ കുറിച്ചിട്ട് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. എനർജി റിസോഴ്സസ് വിച്ച് ഗെറ്റ് ഡിപ്ലിറ്റഡ് ഓൺ കണ്ടിന്യൂഡ് ലാർജ് സ്കെയിൽസ് യൂസ് ആൻഡ് finally become completely exhausted in few decades is called non-renewable energy sources. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ലിമിറ്റഡ് ആയിട്ട് മാത്രം അവൈലബിലിറ്റി ഉള്ള, അതുപോലെ തന്നെ ഫോം ചെയ്യാൻ, അതായത് പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കുന്ന എനർജി സോഴ്സുകളെയാണ് നമ്മൾ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ് എന്ന് പറയാം. മെയിൻ ആയിട്ട് 2 കാറ്റഗറി ആണുള്ളത്: ഫോസിൽ ഫ്യൂവൽ, ആറ്റോമിക് പവർ. ഫോസിൽ ഫ്യൂവലിന്റെ അണ്ടറിൽ വരുന്നതാണ് ക്രൂഡ് ഓയിൽ ഓർ പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്, കോൾ. ആറ്റോമിക് പവറും എന്താണ് ഫോസിൽ ഫ്യൂൽ ആൻഡ് ആറ്റോമിക് പവറാണ് ഇതിന്റെ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സിന്റെ സബ് കാറ്റഗറീസ് ആയിട്ട് വരുന്നത്. ഈ ഓരോ കാറ്റഗറി, ഓരോ എക്സാമ്പിളിനെ കുറിച്ചിട്ട് ഒന്ന് ഡീറ്റെയിൽ ആയി നോക്കാം. ഫോസിൽ ഫ്യൂൽ നമുക്കറിയാലോ എങ്ങനെയാണ് ഉണ്ടാകുന്നത്. പ്ലാന്റോ ട്രീയോ ഒക്കെ ഡെഡ് ആയി കഴിഞ്ഞാൽ ഡീക്കേ ചെയ്തിട്ട് ഒരുപാട് വർഷം ഈ മണ്ണിനടിയിൽ കിടന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഫോസിൽ ഫ്യൂൽസ് ഒക്കെ ഉണ്ടാകുന്നത്. തൗസൻഡ്സ് മോർ ഇയേഴ്സ് ഒക്കെ എന്ത് ചെയ്യേണ്ടി വരും, അത് മണ്ണിനടിയിൽ കിടന്നാലാണ് അത് ഫോസിൽ ഫ്യൂൽ ആയിട്ട് ആവാം. ഓക്കെ, ഫോസിൽ ഫ്യൂലിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് ക്രൂഡ് ഓയിൽ, പെട്രോളിയം. ക്രൂഡ് ഓയിലൊക്കെ നമുക്ക് എങ്ങനെയാ എക്സ്ട്രാക്ട് ചെയ്യാം? പെട്രോളിയം, ക്രൂഡ് ഓയിലൊക്കെ മൈനിങ് അല്ലേ, നമ്മളത് എന്ത് ചെയ്യും, വലിയ ഡീപ്പായിട്ടുള്ള പിറ്റ്സ് ഒക്കെ വെച്ച് പൈപ്പൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക അല്ലെ. പിന്നെ നാച്ചുറൽ ഗ്യാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, പെട്രോളിയം ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ യൂഷ്വലി കാണപ്പെടുന്നതാണ് നാച്ചുറൽ ഗ്യാസ് അല്ലെ. നാച്ചുറൽ ഗ്യാസ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു എനർജി സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യാം അല്ലെ. ഇനി കോള് വരുന്നുണ്ട് അല്ലെ. കോള് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ എന്താണ് നമുക്ക് കാണപ്പെടുന്ന ഒരു ഫോസിൽ ഫ്യൂൽ ആണ് അല്ലെ. കോളും എക്സ്ട്രാക്ട് ചെയ്യാന് നമുക്ക് മൈനിങ് പോലെയുള്ള സംഭവങ്ങളൊക്കെ ആവശ്യമുണ്ട് അല്ലെ. ഇനി ആറ്റോമിക് പവർ, എങ്ങനെയാ നമുക്ക് ആറ്റോമിക് പവർ കിട്ടുന്നത്? യുറേനിയം 235 അല്ലെങ്കിൽ പ്ലൂട്ടോണിയത്തിന്റെ ഒക്കെ ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സിലൂടെയാണ് നമുക്ക് ആറ്റോമിക് പവർ ഉണ്ടാകുന്നത് അല്ലെ. ഓക്കെ, ഈ ആറ്റോമിക് പവറിലൂടെ നമ്മൾ എങ്ങനെയാ എനർജി പ്രൊഡ്യൂസ് ചെയ്യാം? ഈ ആറ്റോമിക് പവർ ന്യൂക്ലിയർ ഫിഷൻ നടക്കുമ്പോൾ ലാർജ് എമൗണ്ടിൽ എന്ത് ചെയ്യും, ഹീറ്റ് റിലീസ് ചെയ്യും അല്ലെ. അപ്പൊ എന്ത് ചെയ്യും, ആ ഹീറ്റ് റിലീസ് ചെയ്യുന്ന ആ ഒരു ഹീറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം, നമ്മുടെ ടർബൈന് വാട്ടറിനെ ഇവാപറേറ്റ് ചെയ്യിപ്പിച്ചിട്ട് നമ്മുടെ ടർബൈന് കറക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാം അല്ലെ. അപ്പൊ ഈ ഒരു ആറ്റോമിക് പവർ നോക്കുകയാണെങ്കിൽ അവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന്റെ പൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കില്ലേ. പെട്രോളിയത്തിൽ നിന്നും കോളിൽ നിന്നൊക്കെ നമ്മൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും അതിന്റെ ഒരു എൻവയോൺമെന്റിന്റെ പൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ, പൊല്യൂഷൻ ബേസിസിൽ നോക്കുകയാണെങ്കിൽ അത് എന്തായിരിക്കും, കുറവായിരിക്കും അല്ലെ. എന്തുകൊണ്ടാ, പെട്രോളിയം കോളൊക്കെ ആകുമ്പോൾ നമുക്കത് കത്തിക്കണം, കത്തിച്ച് കഴിഞ്ഞാലാണ് ടെമ്പറേച്ചർ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഇത് കത്തിക്കുന്ന ആ ഒരു പ്രോസസ്സിൽ നമുക്ക് ഒരുപാട് പൊല്യൂഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. പക്ഷെ ന്യൂക്ലിയർ ആറ്റോമിക് പവർ നോക്കുകയാണെങ്കിൽ എന്താണ്, ന്യൂക്ലിയർ ഫിഷൻ ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ അത് കോളും പെട്രോളും ഒക്കെ ഈ ബേൺ ചെയ്യുന്നതിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ലെസ് ആയിട്ടാണ് അതിന്റെ പൊല്യൂഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷെ അതൊരു ഇത് കുറവാണെങ്കിലും ആ ഒരു ബേസിസിൽ നോക്കുമ്പോൾ പൊല്യൂഷനൊക്കെ കുറവാണെങ്കിൽ കൂടെ ഈ ന്യൂക്ലിയർ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണല്ലേ. നമ്മൾ യൂഷ്വലി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഏതെങ്കിലും നമ്മുടെ ഹ്യൂമന് അധികം ആൾക്കാർക്കില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്യാൻ പറ്റില്ല, അതുപോലെ പോലും ചെയ്യാൻ പറ്റില്ല അല്ലെ. ന്യൂക്ലിയർ വേസ്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ അത് ഡിസ്പോസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ നമ്മളത് യൂഷ്വലി ചെയ്യുന്നത് ഓഷ്യനിലോട്ടൊക്കെയാണ്. ഓഷ്യന്റെ ഡീപ്പ് ആയിട്ടുള്ള വാട്ടറുകളിലൊക്കെ വലിയ കണ്ടെയ്നറുകളിലൊക്കെ 2-3 പ്രാവശ്യമൊക്കെ സീൽ ചെയ്തിട്ട് ഡിസ്പോസ് ചെയ്യാണ്. അപ്പൊ അങ്ങനെയുള്ള മെത്തേഡ്സുകളൊക്കെ എന്ത് ചെയ്യുന്നത്, അതും നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റില്ല, 100% ഒക്കെയാണ്, അതിനോട് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല അല്ലെ. അപ്പം ഈ ഒരു ആറ്റോമിക് പവർ നമ്മൾ നോക്കുമ്പോൾ അതിന് മെയിൻ ആയിട്ട് വരുന്ന ഒരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത് അതിന്റെ വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യാന്ന് പറഞ്ഞ ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ടാസ്ക് ആണ്. അതുപോലെ തന്നെ തെർമൽ പൊല്യൂഷൻ വളരെ കൂടുതലാണ് അല്ലെ. ചാൻസസ് ആർ മോർ ഫോർ ദ എംപ്ലോയീസ്. പിന്നെ ഈ ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റിലൊക്കെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്
അവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് കോൺസ്റ്റന്റ് ആയിട്ട് റേഡിയേഷൻ വരുന്നതുകൊണ്ട് തന്നെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണല്ലോ. ഇനി ഇൻ കേസ് ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ എന്തെങ്കിലും സംഭവിച്ചിട്ട് ആക്സിഡന്റ് ഒക്കെ ആയി കഴിഞ്ഞാൽ ആ ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് ലൊക്കേറ്റ് ചെയ്യുന്നതിന്റെ ഒരു 100 മൈൽസ് വരെ ഇതിന്റെ എഫക്റ്റ് വ്യാപിക്കും. അതുകൊണ്ട് തന്നെ നമുക്കറിയാം അറ്റോമിക് പവർ പ്ലാന്റ്സ് ഒക്കെ ഉള്ളിടത്ത് നോർമലി എന്താ ചെയ്യാറില്ല, നോർമൽ റെസിഡൻസ് ഏരിയ ആയിട്ട് ഉണ്ടാവാറില്ല അല്ലെ. അവിടെ താമസവും കാര്യങ്ങളൊക്കെ കുറവാണ്. ഒരു ഒഴിഞ്ഞ സ്ഥലങ്ങളിലൊക്കെയാണ് മെയിൻലി ഒരു ആറ്റം പവർ പ്ലാന്റുകളൊക്കെ ഉണ്ടാവാറുള്ളത്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതിന്റെ ഒരു മെറിറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ന്യൂക്ലിയർ പവർ പ്ലാന്റ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലാർജ് എമൗണ്ടിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഇപ്പൊ നമ്മൾ നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി സോഴ്സുകളെ കുറിച്ചാണ് പറഞ്ഞത് അല്ലെ. നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി സോഴ്സുകൾ ഏതൊക്കെയായിരുന്നു? ഫോസിൽ ഫ്യൂൽ ഉണ്ടായിരുന്നു, അതായത് ക്രൂഡ് ഓയിൽ ഓർ പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്, കോൾസ്, ഇതൊക്കെ നമ്മൾ എനർജി യൂസിന് വേണ്ടി, എനർജി ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാറുണ്ട് അല്ലെ. ഇനി ആറ്റോമിക് പവർ ഉണ്ട്, അത് ആറ്റോമിക് പവർ സ്റ്റേഷൻസിൽ നിന്ന് ന്യൂക്ലിയർ പവർ സ്റ്റേഷനുകളുടെ ഹെൽപ്പോട് കൂടെ നമ്മൾ ഇലക്ട്രിസിറ്റി കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട് അല്ലെ. ഇനി നമുക്ക് ഇതൊക്കെ എന്താണ്, നോൺ റിന്യൂവബിൾ എനർജി റിസോഴ്സ് ആണ്. അതായത് വൺസ് യൂസ് ചെയ്ത് നമ്മൾ അത് കഴിഞ്ഞു പോയാൽ പിന്നെ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. പക്ഷെ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിന്യൂവബിൾ എനർജി സോഴ്സ് ആണ്. അതായത് നമ്മുടെ നേച്ചറിൽ അബണ്ടന്റ് ആയിട്ട് കാണുന്നത്, അതായത് ഇഷ്ടം പോലെയുള്ള എനർജി സോഴ്സുകൾ, അതായത് അത് നമ്മൾ യൂസ് ചെയ്തതെന്ന് വിചാരിച്ച് പെട്ടെന്ന് തീർന്നു പോകാത്തത്, അല്ലെങ്കിൽ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, അങ്ങനെയുള്ള എനർജി റിസോഴ്സുകളെ കുറിച്ചിട്ട്, എനർജി സോഴ്സുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എനർജി റിസോഴ്സസ് വിച്ച് ആർ ഫൗണ്ട് ഇൻ അൾട്ടിമേറ്റ് മെഷർ ഇൻ നേച്ചർ ആൻഡ് അവൈലബിൾ വിത്തൗട്ട് എനി ഇന്ററാക്ഷൻ ഇസ് നോൺ ആസ് റിന്യൂവബിൾ എനർജി സോഴ്സസ്. അതിനെ തന്നെ നമ്മൾ നോൺ എക്സോസ്റ്റബിൾ എനർജി റിസോഴ്സസ് എന്ന് പറയാം, അതായത് തീർന്നു പോകാത്ത എനർജി റിസോഴ്സുകൾ എന്നും നമ്മൾ പറയാറുണ്ട്. അതിന്റെ ടൈപ്പ് നോക്കുകയാണെങ്കിൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ അല്ലെ, അതൊരു കൺവെൻഷണൽ എനർജി റിസോഴ്സ് ആണെന്ന് നമ്മൾ പറയാറുണ്ട് കേട്ടോ. പിന്നെ വിൻഡ് എനർജി, ബയോമാസ്, ബയോഗ്യാസ് എനർജി, സോളാർ എനർജി, ടൈഡൽ ആൻഡ് വേവ് എനർജി, ജിയോ തെർമൽ എനർജി, ഇതൊക്കെ റിന്യൂവബിൾ എനർജി സോഴ്സിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. അതൊക്കെ നോൺ കൺവെൻഷണൽ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് സോഴ്സ് എന്നാണ് പറയുന്നത്. ഇനി ഹൈഡ്രോ ഇലക്ട്രിക് പവർ നോക്കാം. എന്താ ഹൈഡ്രോ ഇലക്ട്രിക് പവർ എന്ന് പറഞ്ഞാല്, ഹൈഡ്രോ എന്ന് പറഞ്ഞാൽ വെള്ളം അല്ലെ, വാട്ടർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാം, അതാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഈ വാട്ടർ അബണ്ടന്റ് ആയിട്ട് കാണപ്പെടുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യും, വാട്ടർ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു സോഴ്സ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അത് ഡാമുകളിലൊക്കെ കെട്ടി നിർത്തിയിട്ട് ചെറിയ പൈപ്പുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ടർബൈൻ കറക്കിയിട്ട് നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂലേ. അവിടെ നോക്കുകയാണെങ്കിൽ ഒരു 20% ഓഫ് എനർജി നീഡ്സ്, വേൾഡിന്റെ 20% എനർജി നീഡ്സ് എന്താണ്, ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനുകളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, മീറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കും യൂഷ്വലി അറിയുന്നത് എന്തായിരിക്കും, ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസുകളായിരിക്കും അല്ലെ. നമുക്ക് യൂഷ്വലി കണ്ടു പരിചയമുള്ളതൊക്കെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനുകളാണ് അല്ലെ. ഓക്കെ, എന്തൊക്കെയാണ് അതിന്റെ അഡ്വാൻറ്റേജസ്? കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് അല്ലെ. പിന്നെന്താ, പൊല്യൂഷൻ ബേസിസിൽ നോക്കുകയാണെങ്കിൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റുകളിൽ അല്ലെങ്കിൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനുകളിൽ എന്താണെന്ന് പറയാം, പൊല്യൂഷൻ ബേസിൽ നോക്കുകയാണെങ്കിൽ പ്രാക്ടിക്കലി സീറോ പൊല്യൂഷൻ ആണെന്ന് പറയാം അല്ലെ. കാരണം വെള്ളം ഉപയോഗിക്കുന്നു, ടർബൈൻ കറക്കുന്നു, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ പുതിയ എന്തെങ്കിലും കോമ്പൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുക അങ്ങനെയൊന്നും നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, പൊല്യൂഷൻ ഫ്രീ ആണെന്ന് നമുക്ക് പറയാം അല്ലെ. അതുപോലെ തന്നെ നമ്മൾ ഒരു ലാർജ് എമൗണ്ടിൽ വെള്ളം സ്റ്റോർ ചെയ്യുന്നതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഫ്ലഡ് ഒക്കെ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു സ്റ്റോർ ചെയ്യുന്ന വാട്ടർ നമുക്ക് ഇറിഗേഷൻ പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അഗ്രികൾച്ചറിനൊക്കെ അത് യൂസ്ഫുൾ ആവുന്ന രീതിക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. ഇനി അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് ലിമിറ്റേഷൻ? ഈ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഡാം ഒക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് അത്രയും എന്തായിരിക്കും, അത്രയും ടൈം കൺസ്യൂമിംഗ് ആണ്, അത്രയും എന്താണ് ഹൈ കോസ്റ്റ് ആയിട്ട് വരും അല്ലെ. അതുപോലെ തന്നെ ആ ഒരു ഡാം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അത്രയും പാർട്ടിലുള്ള ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്ട്രിക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡീഫോറസ്റ്റേഷൻ അവിടെ നടക്കും. പിന്നെന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, അവിടെയുള്ള ഒരു ലോക്കൽസിന്റെ ബയോഡൈവേഴ്സിറ്റിക്ക് ഡാമേജ് ഉണ്ടായിരിക്കും. അതുപോലെ അവിടെ ആരും നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു പ്ലേസിലുള്ള വെജിറ്റേഷൻസും കാര്യങ്ങളും കംപ്ലീറ്റ് ഇല്ലാണ്ടാക്കേണ്ടി വരും അല്ലെ. പിന്നെന്താ, ഇങ്ങനെയുള്ള ഡാമുകളൊക്കെ ഉള്ളിടത്ത് കേക്ക് ഉണ്ടാകാനുള്ള ചാൻസുകൾ കൂടുതലാണ്. ഓക്കെ,
ഇത്രയും കാര്യങ്ങളാണ് അതിന്റെ ഒരു ലിമിറ്റേഷൻ അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് വിൻഡ് എനർജി. വിൻഡ് എനർജി നമുക്കറിയാം, നമ്മൾ വിൻഡ് മില്ല് യൂസ് ചെയ്തിട്ട് കാറ്റാടിപ്പാടങ്ങൾ എന്നൊക്കെ പറയില്ലേ, വിൻഡ് മിൽസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എനർജി പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാണ് വിൻഡ് എനർജി അല്ലെ, കാറ്റിൽ നിന്ന് എന്ത് ചെയ്യുക, എനർജി പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ അതിനെന്താണ് നമ്മൾ വേണ്ടത്? എല്ലാ സ്ഥലങ്ങളിലും വിൻഡ് എനർജി പോസിബിൾ ആണോ? അല്ലെങ്കിൽ വിൻഡ് മിൽസ് ഉണ്ടാക്കി എല്ലാ പ്ലേസിൽ ഉണ്ടാക്കിയാലും നമുക്ക് വിൻഡ് എനർജി കിട്ടുമോ? ഇല്ല അല്ലെ. അതിനൊരു ഒരു പെർട്ടിക്കുലർ എമൗണ്ടിൽ വിൻഡ് അവൈലബിൾ ആയിട്ടുള്ള പ്ലേസുകൾ, വിൻഡ് ഫ്ലോ ഉള്ള പ്ലേസുകളിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാം, വിൻഡ് എനർജിക്ക് വേണ്ടിയിട്ട് വിൻഡ് മിൽസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. 50 km/h വിൻഡ് വരുന്ന അത്രയെങ്കിലും മിനിമം അത്രയെങ്കിലും വിൻഡ് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ യൂഷ്വലി എന്ത് ചെയ്യാറ്, വിൻഡ് മിൽസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാറുള്ളത്. അതെങ്ങനെയാ, ആ വിൻഡ് മിൽസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ റൊട്ടേഷന് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ടർബൈനിൽ അതുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള ആ ഒരു ടർബൈന് കറക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെ. തമിഴ്നാട്ടിലൊക്കെ യൂഷ്വലി മെയിൻലി തമിഴ്നാട്ടിലൊക്കെ എന്താണ്, ഈ ഒരു വിൻഡ് എനർജി യൂസ് ചെയ്തിട്ടാണ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ വിൻഡ് എനർജിന്റെ മെറിറ്റ് നോക്കുകയാണെങ്കിൽ അത് റിന്യൂവബിൾ റിസോഴ്സ് ആണ്. അതുപോലെ തന്നെ എന്താ, വിൻഡ് മിൽസ് ഒരു പ്രാവശ്യം വിൻഡ് മിൽസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ റണ്ണിങ്ങിനായിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലെ. അപ്പൊ ഫ്രീ ഓഫ് കോസ്റ്റ് എന്നുള്ള രീതിക്കാണ് വരിക. പിന്നെ എൻവയോൺമെന്റൽ പൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ പൊല്യൂഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. മെയിൻ്റെനൻസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. പിന്നെ പ്രൊഡക്ഷൻ എന്താണ്, അതായത് ഉണ്ടാക്കിയെടുക്കാനുള്ള ആ ഒരു കോസ്റ്റ് വളരെ കുറവാണ് അല്ലെ. പിന്നെ അതിന്റെ ഡീമെറിറ്റ്സ് ബേസിസിൽ പറയുകയാണെങ്കിൽ എല്ലാ കാലത്തും ഒന്നും എന്തായിരിക്കില്ല, ഈ വിൻഡ് മിൽസിലൂടെ നമുക്ക് ഇലക്ട്രിസിറ്റി കിട്ടില്ല. അത്യാവശ്യം നല്ല കാറ്റുള്ള പീരീഡിൽ മാത്രം, വിത്ത് അവൈലബിൾ ആയിട്ടുള്ള പീരീഡിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഈ ഒരു മെത്തേഡിലൂടെ നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അല്ലെ. പിന്നെ കാറ്റ് കുറവായിട്ടുള്ള ഏരിയാസുകളിൽ നമുക്ക് വിൻഡ് മിൽസ് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. പിന്നെ നല്ലോണം കാറ്റ് വീശി കഴിഞ്ഞാൽ എന്താ, ഈ വിൻഡ് മിൽസിന് എന്തെങ്കിലും ഡാമേജസും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അത്യാവശ്യം നല്ല രീതിക്ക് ഉണ്ടാവാൻ പാടില്ല, പറ്റേ ലോ ആയി ഇരിക്കാനും പാടില്ല. ഒരു ആവറേജ് കണ്ടീഷനിൽ മാത്രമേ എപ്പോഴും എന്ത് ചെയ്യുള്ളൂ, ഇത് ത്രൂ നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇത്രയാണ് എന്ത് ചെയ്യുന്നത്, വിൻഡ് മിൽസിന്റെ ഡിമെറിറ്റ്സ് ആയിട്ട് വരുന്നത്. പിന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം, ഇതിങ്ങനെ കാണുമ്പോൾ, അതായത് വിൻഡ് മിൽസ് കാണുമ്പോൾ നാച്ചുറൽ ബ്യൂട്ടിക്ക് ഒരു എന്താണ്, ഒരു എന്താ, ഒരു സ്പോയിൽ ചെയ്യുന്ന രീതിക്കാണ് വിൻഡ് മിൽസ് വരുന്നത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ഡിമെറിറ്റ്സ് ആയിട്ട് പറയാം കേട്ടോ. തേർഡ് കാറ്റഗറി വരുന്നതാണ് ബയോമാസ് ആൻഡ് ബയോഗ്യാസ് എനർജി. എന്താ ബയോമാസ് ആൻഡ് ബയോഗ്യാസ് എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഓർഗാനിക് വേസ്റ്റുകൾ എന്ത് ചെയ്യാം, എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. നമുക്കറിയാം അല്ലെ, ബയോഗ്യാസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ഓർഗാനിക് വേസ്റ്റുകളൊക്കെ നമ്മൾ ഇട്ടിട്ട് ബയോഗ്യാസ് പ്ലാന്റുകളൊക്കെ ഉണ്ടാക്കും അല്ലെ. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതിൽ നിന്നും മീഥെയിൻ പോലെയുള്ള ബയോഗ്യാസുകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് ഓൾട്ടർനേറ്റീവ് ഫ്യൂൽ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഹൗസ് ഹോൾഡ്, നമ്മുടെ വീടുകളിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ബയോഗ്യാസ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല. അങ്ങനെ ഒരു എന്താ പറയുക, ഓർഗാനിക് ആയിട്ടുള്ള വേസ്റ്റുകളിൽ നിന്ന് അല്ലെങ്കിൽ ഓർഗാനിക് ആയിട്ടുള്ള പാർട്ടുകളിൽ നിന്നും നമ്മൾ എനർജി പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ളതാണ് ബയോമാസ് ആൻഡ് ബയോഗ്യാസ് എനർജി എന്നുള്ള കാറ്റഗറീസിൽ വരുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ എന്തൊക്കെയാ മെറിറ്റ്, നമ്മൾ റൂറൽ ഏരിയാസുകളിൽ നോക്കുകയാണെങ്കിൽ ഓർഗാനിക് വേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബണ്ടന്റ് ആയിട്ട് കാണപ്പെടുന്നതാണ്. ഓരോരുത്തരുടെ വീടുകളിൽ നിന്നൊക്കെ ഉള്ള കുക്കിംഗ് വേസ്റ്റുകൾ അല്ലെങ്കിൽ എന്താ അങ്ങനെയുള്ള ഓർഗാനിക് ആയിട്ടുള്ള വേസ്റ്റുകൾ ഒരുപാട് ഉണ്ടായിരിക്കൂല. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക, അത് അതിന്റെ പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള ഒരു റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞ ഓർഗാനിക് വേസ്റ്റുകളാണ്. അത് ഈസിലി അവൈലബിൾ ആണ് അല്ലെ. അതുപോലെ തന്നെ എന്താ, ആ ഒരു ഓർഗാനിക് ഇത്, അതായത് ഈ ഒരു ബയോഗ്യാസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ വേസ്റ്റ് ആയിട്ട് വരുന്നത് എന്താണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ഒരു മാനുവർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ അതിനൊരു എൻവയോൺമെന്റൽ പൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം, ഒരു വേസ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതില്ല. അതായത് ഈ ബയോഗ്യാസ് പ്ലാന്റുകളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ബയോഗ്യാസ് നമ്മൾ യൂസ് ചെയ്യുകയും ചെയ്യും, അതിന്റെ വേസ്റ്റ് ആയിട്ട് വരുന്നത് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ പ്ലാന്റുകൾക്കൊക്കെ വേണ്ടി ഫെർട്ടിലൈസർ ആയിട്ടൊക്കെ എന്ത് ചെയ്യും, നമ്മൾ യൂസ് ചെയ്യൂല. പിന്നെ അതിന്റെ ഡിമെറിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് ഈ ഒരു മെത്തേഡ് റൂറൽ ഏരിയാസുകൾ അല്ലെങ്കിൽ അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ ഉള്ള ഏരിയാസുകളെ നമുക്കിത് പോസിബിൾ ആയിട്ടുള്ളൂ അല്ലെ. ടൗൺ ഏരിയാസിലൊന്നും ഇത് പോസിബിൾ ആയിക്കൊള്ളണം എന്നില്ല. പിന്നെന്താ, ഇതിനെ കളക്ട് ചെയ്യാൻ, ഈ ബയോഗ്യാസ് കളക്ട് ചെയ്യുക, അതുപോലെ സ്റ്റോർ ചെയ്യുക, അതിന്റെ എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക, അതൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് അല്ലെ. പിന്നെന്താ, റൂറൽ ഏരിയാസിൽ ഈ ബയോമാസ് എനർജി ബയോഗ്യാസ് പ്ലാന്റുകളിൽ വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല അല്ലെ. നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഒക്കെ വീടുകളിൽ എത്ര വീടുകളിലാണ് ബയോഗ്യാസ് പ്ലാന്റുകൾ ഉള്ളത്, വളരെ കുറവായിരിക്കും, മേ ബി ഉണ്ടായിരിക്കില്ല.
അപ്പൊ അത്രയും ഇൻട്രസ്റ്റ് എന്ത് എടുക്കുന്നില്ല, റൂറൽ ഏരിയാസിലുള്ള പീപ്പിൾസ് കൊടുക്കുന്നില്ല. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് അതിന്റെ ഡീമെറിറ്റ്സ് ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് വൺ ആണ് സോളാർ എനർജി. സോളാർ എനർജിയിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ സോളാർ എനർജി, നമ്മുടെ സണ്ണിൽ നിന്ന് കിട്ടുന്ന എനർജി, അത് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് 2 മെത്തേഡുകളിലൂടെയാണ്. ഒന്ന് സോളാർ ഫോട്ടോ വോൾട്ടായിക് പവർ സിസ്റ്റമായി, അതായത് നമ്മുടെ സോളാർ പാനലുകളിലൊക്കെ ആയി. ഓക്കെ, ഇതിനു മുമ്പ് നമ്മൾ സോളാർ എനർജി നമ്മൾ യൂസ് ചെയ്യാറുണ്ടല്ലേ? എന്തിനു വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാം? നമ്മൾ ക്ലോത്തൊക്കെ ഉണക്കാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അതുപോലെ എന്താണ് നമ്മുടെ ഗ്രെയിൻസ് ഒക്കെ, അതായത് അരി ഉണക്കാന് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള യൂസുകൾക്ക് പുറമെ ഒരു കുറച്ചുകൂടെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള യൂസ് എന്നുള്ള നിലക്കാണ് ഈ 2 പറയുന്നതായിട്ട്. അപ്പൊ നിങ്ങൾ സോളാർ എനർജിന്റെ യൂസ് പറയുമ്പോൾ ആദ്യം അങ്ങനെയുള്ള കുറച്ച് നോർമൽ യൂസുകൾ മെൻഷൻ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, സോളാർ ഫോട്ടോ വോൾട്ടായിക് പവർ സിസ്റ്റത്തിന് മെൻഷൻ ചെയ്യാട്ടോ. ഇത് എന്താ ചെയ്യുന്നത്? സിലിക്കോൺ സെൽസുകളാണല്ലേ. സിലിക്കോൺ സെൽസ് നമ്മുടെ ടെറസുകളിലൊക്കെ എന്ത് ചെയ്യും, നമ്മൾ ഫിക്സ് ചെയ്യും. എന്നിട്ട് അതിൽ നിന്നും അതായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള മെഷീൻ ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, എനർജി പ്രൊഡ്യൂസ് ചെയ്യും. അതൊരു ചിപ്പാണല്ലേ. ആ ചിപ്പ് എന്ത് ചെയ്യും, സൺലൈറ്റ് ഒന്ന് ഇതാവുമ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് നടന്നിട്ട് എന്ത് ചെയ്യും, എനർജി പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ആ എനർജി നമുക്ക് എന്ത് ചെയ്യാം, ഇൻവേർട്ടറിന്റെ ഹെൽപ്പോട് കൂടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ യൂഷ്വലി ഹൗസിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ലൈറ്റ്, റേഡിയോ, ടെലിവിഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള എനർജി നമുക്ക് കിട്ടും അല്ലെ. അത് റിമോട്ട് വില്ലേജുകളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഭാഗത്തൊക്കെ ഇപ്പൊ കുറച്ചധികമായിട്ട് നമ്മുടെ നോർമലി നമ്മുടെ നാടുകളിലൊക്കെ യൂസ് ചെയ്ത് കാണുന്നുണ്ട് അല്ലെ. പിന്നെ എന്തിനു വേണ്ടി യൂസ് ചെയ്യാം? ഇത് ഇലക്ട്രിക് ഫെൻസുകൾക്കൊക്കെ വേണ്ടി യൂസ് ചെയ്യാം. പിന്നെ എന്ത് ചെയ്യാം, റെയിൽവേ സ്റ്റേഷനിലൊക്കെ സിഗ്നൽസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ലൈറ്റ് ഹൗസുകളിലൊക്കെ സിഗ്നൽസിന് വേണ്ടിയിട്ട്, ഓഫ് ഷോർ പ്ലാറ്റ്ഫോമുകളിലൊക്കെ എന്ത് ചെയ്യാം, സോളാർ എനർജി യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഓപ്പറേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ സാറ്റലൈറ്റില് സോളാർ സ്പേസുകളിലൊക്കെയുള്ള സാറ്റലൈറ്റ്സിന്റെ എനർജി റിക്വയർമെന്റിന് ആവശ്യമായിട്ടും ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, സോളാർ എനർജിയാണ് യൂസ് ചെയ്യുന്നത്. ഈ സെക്കൻഡ് ആയിട്ട് സോളാർ തെർമൽ എനർജി സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്. ബൈ യൂസിങ് സോളാർ തെർമൽ കളക്ടർ, ദ ഹീറ്റ് റിസീവ്ഡ് ഫ്രം സോളാർ റേഡിയേഷൻ വുഡ് ബി ട്രാൻസ്ഫോംഡ് ഇൻടു തെർമൽ എനർജി ബൈ കൺസേണിങ് സോളാർ റേഡിയേഷൻ. സോളാർ തെർമൽ ഡിവൈസസ് ലൈക്ക് സോളാർ കുക്കർ, വാട്ടർ ഹീറ്റർ, ഡിസലിനേഷൻ സിസ്റ്റം, സോളാർ റെഫ്രിജറേറ്റർ, സോളാർ ഡ്രയർ ക്യാൻ ബി ഓപ്പറേറ്റഡ്. ഈ ഒരു മെത്തേഡിൽ എന്താ ചെയ്യുന്നത്, സോളാർ എനർജിനെ തെർമൽ എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യാണ്, ആ തെർമൽ എനർജി യൂസ് ചെയ്യുന്ന ഡിവൈസുകളിലൊക്കെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് വണ്ണിൽ എന്തായിരുന്നു, സോളാർ എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഡിഫറൻസ് മനസ്സിലായെന്ന് വിചാരിക്കും. ഇനി എന്തൊക്കെയാ അതിന്റെ അഡ്വാൻറ്റേജസ്? ഇതൊരു റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി ആണല്ലേ ഫസ്റ്റ് അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുക, തീർന്നു പോകില്ല. പിന്നെന്താ, സോളാർ എനർജി ഈസ് അവൈലബിൾ ത്രൂ ഔട്ട് ദ ഇയർ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യില്ല, നമുക്ക് എല്ലാ കംപ്ലീറ്റ് ഇയറിലും നമുക്കത് എന്തായിരിക്കും, അവൈലബിൾ ആയിരിക്കും. There is no environmental pollution. Input for solar devices costs nothing. Cost of production is high, though high initially. Okay, നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നോക്കുകയാണ്. അതായത് ഈ സോളാർ പാനലുകളൊക്കെ നമ്മൾ ഉണ്ടാക്കാനുള്ള ആ ഒരു കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹൈ ആണെങ്കിൽ കൂടെ നമുക്ക് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ, ഫ്രീ ഓഫ് കോസ്റ്റിൽ നമുക്ക് ഇലക്ട്രിസിറ്റി ഒക്കെ കിട്ടാനല്ലേ. ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത് അല്ലെ. പിന്നെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സബ്സിഡികളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് സോളാർ പാനലിന് വേണ്ടിയിട്ടുള്ള. അപ്പൊ ആ ഒരു ലെവലിൽ നോക്കുകയാണെങ്കിൽ സോളാർ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ടുള്ള ഒരു രീതിക്ക് വന്നിട്ടുണ്ട് അല്ലെ. ഇനി എന്തൊക്കെയാ ഡിമെറിറ്റ്സ് വരിക, എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ വീണ്ടും മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. പിന്നെ ക്ലൗഡി അല്ലെങ്കിൽ റെയിനി ഡേയ്സിലൊന്നും ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യില്ല, പ്രൊഡ്യൂസ് ചെയ്യുക. പിന്നെ കാഡ്മിയം, ഈ ഒരു പ്രൊഡക്ഷൻ സോളാർ സെൽസിന്റെ പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന കാഡ്മിയം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കോമ്പൗണ്ട് എന്താണ്, പോയിസണസ് ആണ്. ഇതൊക്കെയാണ് അതിന്റെ ഡീമെറിറ്റ്സ് ആയിട്ട് വരുന്നത് കേട്ടോ. ഇനി ടൈഡൽ ആൻഡ് വേവ് എനർജി ആണ് നെക്സ്റ്റ് വരുന്നത്. ടൈഡൽ ആൻഡ് വേവ് എനർജി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ വേവ്സിലെ, അതായത് നമ്മുടെ സീ വേവ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ എനർജി പ്രൊഡ്യൂസ് ചെയ്യുക. അതാണ് ടൈഡൽ ആൻഡ് വേവ് എനർജിയിൽ വരുന്നത്. ഇത് ഏതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്കറിയാലോ, നമ്മുടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ ഭാഗമായിട്ട് നമുക്ക് റൈസ് ആൻഡ് ഫാളിന്റെ സീ ലെവൽ ഉണ്ടാവാറുണ്ട് അല്ലേ, നമ്മൾ പറയുന്നത് കേട്ടോ. വേരിയേറ്റം വേലിയിറക്കം എന്നൊക്കെ പറയാറില്ലേ. അതായത് സീയുടെ ലെവൽ എന്ത് ചെയ്യാം, കൂടെ കുറയൊക്കെ ചെയ്യൂലേ. മീൻസ് കുറച്ചുകൂടെ മുന്നോട്ട് വരിക, ആ ഒരു വേലിയേറ്റം വേലിയിറക്കം ആ ഒരു പ്രോസസ്സ്. ആ ഒരു സമയത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും,
ഈ ടൈഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ എന്തായിരിക്കും ആ ഒരു ടൈമില് ചെറിയ പൈപ്പുകളൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ടർബൈൻ കറക്കും. അപ്പം എന്ത് ചെയ്യും, ടൈൽസ് റൈസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, എനർജി പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ വീണ്ടും ഈ സീ ലെവല് ഫോളോ ചെയ്യുന്ന സമയത്ത് വീണ്ടും എന്ത് ചെയ്യും, സീ വാട്ടർ വേവ്സ് ഫോമാറ്റിൽ അങ്ങോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന റൈസ് ആൻഡ് ഫോൾസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സീ വേവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന സംഭവമാണല്ലോ. അപ്പൊ ഫ്ലോട്ടിംഗ് ടർബൈൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. ഫ്ലോട്ടിംഗ് ടർബൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കില്ലേ സീ വേവ്സ്. നമ്മൾ എന്ത് ചെയ്യും, ഫ്ലോട്ട് ചെയ്യുന്ന തരത്തിലുള്ള ടർബൈൻസ് എന്ത് ചെയ്യും, പ്ലേസ് ചെയ്യും. അപ്പൊ അത് എന്ത് ചെയ്യും, സീ വേവ്സിനെ എഗെയിൻസ്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യും. അപ്പൊ ആ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഈ ഒരു മെത്തേഡുകളിലൂടെയൊക്കെയാണ് ടൈഡൽ ആൻഡ് വേവ് എനർജി നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന്റെ മെറിറ്റ്സ് എന്തൊക്കെയാണ്, എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. റിന്യൂവബിൾ കാറ്റഗറിയിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ചീപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെന്താ, നല്ല രീതിക്ക് സീകളും അല്ലെങ്കിൽ നല്ല ഹൈ വേവ്സ് ഒക്കെ ഉള്ള സീകളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഡീമെറിറ്റ്സ് ആയിട്ട് വരുന്നത്, ഈ ഒരു മെത്തേഡിലൂടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള എനർജിയുടെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. പിന്നെ ഈ ഒരു മെത്തേഡ് നല്ല വേവ്സ് ഒന്നും ഇല്ലാത്ത സീകളിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. പിന്നെ എന്താ, സ്റ്റോംസും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ ഒരു എക്യുപ്മെന്റ്സ് ഒക്കെ ഡാമേജ് ആവാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അധികം നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്, വേരിയസ് കൈൻഡ് ഓഫ് നാച്ചുറൽ റിസോഴ്സുകളെ കുറിച്ച് മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയായിരുന്നു ആ നാച്ചുറൽ റിസോഴ്സ്? ലാൻഡ് ഉണ്ടായിരുന്നു അല്ലെ, ലാൻഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള, ലാൻഡ് റിസോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നമ്മൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നു? ലാൻഡ് ഇറോഷൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ എന്തൊക്കെയാണ്, ഡിഫോറസ്റ്റേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പ്രോബ്ലംസ് നമ്മൾ പഠിച്ചു അല്ലെ. പിന്നെ ഡിഫോറസ്റ്റേഷൻ അല്ല, ഡെസേർട്ടിഫിക്കേഷൻ അല്ല, ലാൻഡുമായിട്ട് റിലേറ്റ് ചെയ്ത് ഡെസേർട്ടിഫിക്കേഷൻ, ലാൻഡ് ഡെസേർട്ടായിട്ട് മാറുന്ന പ്രോസസ്സ്. ഇനി പിന്നെ ഫോറസ്റ്റ് റിസോഴ്സ് ഉണ്ടായിരുന്നു അല്ലെ, ഫോറസ്റ്റ് റിസോഴ്സിൽ ഡിഫോറസ്റ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. വാട്ടർ റിസോഴ്സ് ഉണ്ടായിരുന്നു, വാട്ടർ പൊല്യൂഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു നമ്മൾ പഠിച്ചു. മിനറൽ റിസോഴ്സ് ഉണ്ടായിരുന്നു, ഫുഡ് റിസോഴ്സ്, എനർജി റിസോഴ്സ്. അതായത് നമ്മൾ നാച്ചുറൽ റിസോഴ്സുകളും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും ആണ് മെയിൻ ആയിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളത്. എല്ലാവർക്കും ചാപ്റ്റർ ക്ലിയർ ആയി വിജയിക്കുന്നു. താങ്ക് യു.